ഒരു പുരുഷൻ നോക്കുന്നത് നല്ല മാറിടം, നല്ല അരക്കെട്ട്, സുന്ദര വടിവൊത്ത മുഖമെന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു സ്ത്രീ നോക്കുന്നത് തൻ്റെ കുട്ടികളെ വളർത്താൻ കരുത്തുള്ള ഒരു പുരുഷനാണ്. അത് പല സ്ത്രീകളും മസ്കുലറായിട്ടുള്ള, അത് പ്രകൃതി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. കുറെ കഴിയുമ്പോഴത്തേക്ക് പുരുഷന്മാരെന്ത് ചെയ്തും അടുത്തതിലേക്ക് ചാടിപ്പോയോണ്ടാണ് സമൂഹം ഒരു സിസ്റ്റം ഉണ്ടാക്കി, മാരേജ് എന്നൊരു സിസ്റ്റം ഉണ്ടാക്കി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് രണ്ടുപേരെ കെട്ടിയിടുന്നത്. കെട്ടിയിടൽ മാത്രമേ ഉള്ളൂ. പക്ഷെ പലയിടത്തും അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല അവർ 100% പ്രണയമാണെന്ന്. പ്രണയം അതല്ല വിഷ്ണു. ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ജീവിക്കുമ്പോൾ, അത് ഭാര്യയായാലും കാമുകിയായാലും ലൈംഗിക തൊഴിലാളിയായാലും എനിക്ക് എന്നെ മറക്കാൻ കഴിയണം, അല്ലേ? പരിസരം മറന്നു പോകണം. ഒരാളിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയാണ്. ഇപ്പൊ ധ്യാനം എന്താ? നിങ്ങൾ എത്ര മണിക്കൂർ ധ്യാനിക്കുമെന്ന് ചോദിച്ചാല് ഞാൻ 5 മണിക്കൂർ ധ്യാനിക്കുമെന്ന് പറയുന്ന ഒരുത്തൻ ധ്യാനിക്കുന്നില്ല. ധ്യാനം സമയത്തിനും കാലത്തിനും സാഹചര്യത്തിനും അതീതമാണ്. ഞാനല്ല ഈ പോകുന്ന ഒരു മുഹൂർത്തമാണ് ധ്യാനം എന്ന് പറയുന്നത്. ആർക്ക് ധ്യാനിക്കാൻ പറ്റും? എനിക്ക് ധ്യാനിക്കാൻ പറ്റും, പക്ഷെ ധ്യാനിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്നെ മറക്കും. ഇപ്പോൾ ലോക്സാറിൻ്റെ കാര്യം പറഞ്ഞില്ല, അദ്ദേഹം എഴുത്തി വരുമ്പോൾ അദ്ദേഹത്തെ മറക്കും.